ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ സദാസമയം സഞ്ചരിക്കുക എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന അനവധി മാർഗങ്ങളുണ്ട്. വഴിതെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം വളരെ വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ദീനിന്റെ കാര്യങ്ങൾ പൊതുവെ ആളുകൾക്ക് പറയാനും പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടാകാറുള്ളത് ദീൻ പഠിച്ചിട്ടുള്ള ആളുകളാണ്, പണ്ഡിതന്മാരാണ്. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസുകൾ ആഴത്തിൽ പഠിക്കാനുമൊന്നും ഒരുപക്ഷെ അവർക്ക് അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ, തെറ്റായിരുന്നാലും ശരിയായിരുന്നാലും അവരെ അന്ധമായിക്കൊണ്ട് തഖ്ലീദ് ചെയ്യുന്ന, പിന്തുടരുന്ന പ്രവണതയാണ് പൊതുവെ മുസ്ലിം സമുദായത്തിൽ കണ്ടുവരാറുള്ളത്. അതിലൊരു നന്മയുടെ വശവുമുണ്ട്, തിന്മയുടെ വശവുമുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളെ രണ്ട് തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഒന്ന്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന ചില ആളുകളുണ്ട്, ചില പണ്ഡിതന്മാരുണ്ട്, ഇത് ഇമാമിയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസിലെ 41-ാമത്തെ ആയത്തിൽ പറയുന്നു, വജഅൽനാഹും അയിമ്മത്തൻ യദ്ഊന ഇലന്നാർ. മനുഷ്യന്മാരിൽ ചില പണ്ഡിതന്മാരുണ്ട്, അവർ ആളുകളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് നരകത്തിലേക്ക് നയിക്കുന്ന ചില ഇമാമിയങ്ങളുണ്ട്, ചില ആൾക്കാരുണ്ട്, ചില പണ്ഡിതന്മാരുണ്ട്. സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനാ മിൻഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ. എന്നാൽ മനുഷ്യന്മാരിൽ ചില ഇമാമിയങ്ങളുണ്ട്, ചില നേതാക്കന്മാരുണ്ട്, യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം അവർ ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവരുമുണ്ട്. അപ്പൊ ആളുകളെ സന്മാർഗത്തിലേക്ക് വിളിക്കുന്നവരും ആളുകളെ നരകത്തിലേക്ക് വിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. ഇതിൽ നമ്മൾ പിന്തുടരുന്ന ആളുകൾ അവർ സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ ക്ഷണിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കാനുള്ള ബാധ്യത ഓരോ മുസ്ലിമിനും ഉണ്ട്. സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും പഠിപ്പിച്ചതാണ്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും സമരല്ല, അവർ ഒരിക്കലും തുല്യരല്ല. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ. ആലിമീങ്ങൾ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഹ്ദൂന ബി അംരിനാ എന്ന് പറയുന്ന അയിമ്മത്തിനെ കുറിച്ചാണ്. അതല്ലാത്ത അയിമ്മത്തുകൾ ദുനിയാവിൽ ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ മനുഷ്യന്മാർക്ക് നൽകുമെങ്കിലും പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ സ്വന്തം അനുയായികളെ, സ്വന്തം വഴിതെറ്റിച്ച അനുയായികൾ അവർ കൈയൊഴിയുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അന്ധമായിക്കൊണ്ട് ദീനിന്റെ വിഷയങ്ങൾ
ആ പണ്ഡിതന്മാര് ബാക്കിൽ പോവുകയും അതേ സമയത്ത് അത് ഹക്കാണോ ബാത്തിലാണോ എന്ന് പോലും നോക്കാതെ അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലായിക്കോട്ടെ, അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങൾക്കും നരകത്തിൽ പോകുന്നുണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ സാധാരണക്കാരിൽ നമുക്ക് ധാരാളമായി കൊണ്ട് കാണാൻ കഴിയും. പക്ഷെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു, വബറസൂ ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഈ ആളുകളെല്ലാം അള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനെ നിരന്നു നിൽക്കും. അപ്പോൾ ഫഖാലൽ ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറൂ, ആ പണ്ഡിതന്മാരെ പിൻപറ്റിയിട്ടുള്ള ദഈഫീങ്ങളായ സാധാരണക്കാരായ ദുഅഫാക്കളായ ആളുകൾ ഈ പണ്ഡിതന്മാർ അഹങ്കരിച്ച് പാണ്ഡിത്യം നടിച്ചിരുന്ന ആളുകളോട് പറയും, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിയ ആൾക്കാരെന്ന് ദുനിയാവിൽ, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്ത ആൾക്കാരെന്ന് ദുനിയാവിൽ. അതുകൊണ്ട് ഫഹൽ അൻതും മഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹുവിന്റെ ഈ അദാബിൽ നിന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളൊന്ന് സംരക്ഷിക്കുക, ഞങ്ങളൊന്ന് രക്ഷിക്കുക നിങ്ങൾക്ക് വല്ല കാര്യവും സാധിക്കുമോ? ഉറപ്പാണ്. ഇനി ഇവരെ വേക്കിൽ പോയി വഴിതെറ്റി നിൽക്കാണ്, ഇനി നരകത്തിലേക്കാണ് പോകാനുള്ളത്, യാതൊരു സംശയവുമില്ല. ആ സന്ദർഭത്തിൽ പണ്ഡിതന്മാരെ മുൻനിർത്തിക്കൊണ്ട് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണല്ലോ ഉദ്ധരിക്കുന്നത്, ഫഹൽ അൻതും മഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈഇൻ, അല്ലാഹുവിന്റെ മുമ്പിൽ കാണുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവർ കൊടുക്കുന്ന മറുപടി എന്താണ്? ഖാലൂ ലൗ ഹദാനല്ലാഹു ലഹദൈനാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും ഹിദായത്തിലാക്കുമായിരുന്നു. സവാഉൻ അലൈനാ അജസിഅനാ അം സബർനാ മാ ലനാ മിൻ മഹീസ്, ഇനി ഞങ്ങൾക്കിവിടെ, ഇനി നമ്മളെല്ലാവരും ഒന്നാണ് ഇവിടെ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സവാഉൻ അലൈനാ അജസിഅനാ അം സബർനാ, നമ്മൾ അസ്വാരസ്യം കാണിച്ചിട്ടും ഇനി ക്ഷമിച്ചിട്ടും പ്രത്യേകിച്ചൊരു നേട്ടം നമുക്ക് കിട്ടാനില്ല. മാ ലനാ മിൻ മഹീസ്, രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇനി നമ്മുടെ മുമ്പിലില്ല. ഇത് നേതാക്കന്മാരോട് അനുയായികൾ പറയുമ്പോൾ നേതാക്കന്മാർ കൊടുക്കുന്ന മറുപടിയാണെന്ന് സൂറത്ത് ഇബ്രാഹിം അല്ലാഹ് പറയാണ്. ഇത് പറഞ്ഞാൽ ദുനിയാവിൽ ഹക്കും ബാത്തിലും നോക്കാതെ ഏതോ ചില ആളുകളുടെ പിന്നാലെ പോയി അത് ഹക്കാണ്, അവർക്ക് നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലേക്കോട്ടെ എന്നൊക്കെ വലിയ ആവേശത്തിൽ പറയുന്ന ആളുകൾ നരകത്തെ മുന്നിൽ കാണുമ്പോൾ പറയുന്ന വാക്കും അവരുടെ അനുയായികളെ നേതാക്കന്മാർ കൈയൊഴിയുന്ന രംഗവുമാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ തന്നെ പറയാൻ, സൂറത്ത് ഗാഫിൽ പറയാൻ, വൈദി യതഹാജ്ജൂന ഫിന്നാർ, നരകത്തിൽ രണ്ടു കൂട്ടരും കിടക്കുമ്പോൾ അവിടെ പൊരിഞ്ഞടിയായിരിക്കുന്ന ഭയങ്കരമായ തർക്കമാണ് അവിടെ ഉണ്ടാകുക, അനുയായികളും നേതാക്കന്മാരും. ഈ നേതാക്കന്മാരെ പിൻപറ്റി ഹക്കും ബാത്തിലും നോക്കാതെ അവർ പറഞ്ഞതെല്ലാം സ്വർഗത്തിന്റെ ബാധയാണ് തെറ്റിദ്ധരിച്ച് സാധാരണക്കാരായ ആളുകൾ വൈദി യതഹാജ്ജൂന ഫിന്നാരി ഫയഖൂലു ദുഅഫാഉ ലില്ലദീന ഇസ്തക്ബറൂ ഇന്നാ കുന്നാ ലക്കും തബഅൻ ഫഹൽ അൻതും മഗ്നൂന അന്നാ നസീബൻ മിനന്നാർ, നരകത്തിന്റെ ഏതെങ്കിലും ഒരു സംഗതിയിൽ, നരകത്തിന്റെ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കൊണ്ട് സാധിക്കുമോ എന്ന് വലിയ വലിയ നേതാക്കന്മാരായ ഭൂമിയിൽ നടിച്ചിരുന്ന ആളുകൾ അവരോട് സാധാരണക്കാരായ ആളുകൾ നരകത്തിൽ വെച്ചുകൊണ്ട് തർക്കിക്കുന്ന വദിയ തഹാജൂന ഫിന്നാർ, നരകത്തിൽ വെച്ച് തർക്കിക്കും. അപ്പൊ ഖാലല്ലദീന ഇസ്തക്ബറൂ, അവിടെ വെച്ച് നേതാക്കന്മാർ വലിയ പാണ്ഡിത്യം നടിച്ച് വലിയ കിബ്ർ നടിച്ചിരുന്ന ആളുകൾ പറയും, ഇന്നാ കുല്ലും ഫിഹാ, നമ്മളെല്ലാം നരകത്തിലാണ്, ഇനി ഇവിടുന്ന് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാനും നരകത്തിലാണ്, ഈയും നരകത്തിലാണ്. അതുകൊണ്ട് ഇന്നാ കുല്ലും ഫിഹാ ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്, അല്ലാഹുവിന്റെ അടിമകൾക്കിടയിൽ അല്ലാഹു സ്വർഗത്തിലേക്ക് പോകേണ്ട ആൾ സ്വർഗത്തിലാക്കി, നരകത്തിലേക്ക് പോകേണ്ട ആൾ നരകത്തിലാക്കി. അതുകൊണ്ട് ഇനി ഇവിടുന്ന് വല്ല തർക്കിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് അവർ അവിടെ നരകത്തിൽ മറുപടി കൊടുക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഹക്കിലാണോ ബാത്തിലാണോ തീരുമാനിക്കുന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ആലിം അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ പ്രമാണം പറഞ്ഞു തന്നാൽ അത് സ്വീകരിക്കണം, അത് നമ്മുടെ ബുദ്ധിക്കെതിരാണ്, മറ്റൊന്ന് സ്വീകരിക്കാൻ തള്ളാൻ പാടില്ല. അതേ സമയത്ത് ഖുർആനിലും സുന്നത്തുലില്ല ഓരോ ആളുകൾ അവനവന്റെ വായിൽ തോന്നിയത് കൊതക്കപ്പാട്ട് പറഞ്ഞുകൊണ്ട് അതൊക്കെ ദീനായി പറയുകയാണെങ്കിൽ അവരെ പിൻപറ്റുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂറത്ത് ഗാഫിറിലും സൂറത്ത് ഇബ്രാഹിമിലും പറഞ്ഞു. ഇനി സൂറത്ത് ബഖറയിൽ പറഞ്ഞു കേട്ടോളൂ, ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഉൽ അദാബ്, പിൻപറ്റപ്പെട്ട ആളുകൾ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ദിവസമാണത്. വറഉൽ അദാബ്, അവർ എല്ലാം അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് മുൻകി കാണുന്ന സന്ദർഭം. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി.
ദുനിയാവിൽ വലിയ ആളുകളായി ചമഞ്ഞു നടന്ന് അവരൊക്കെ പൊന്തിച്ച് നടന്ന് അവർക്ക് തക്ബീറുകൾ വിളിച്ച് അല്ലെങ്കിൽ അവരെ ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് അങ്ങനെ കൊണ്ടു നടന്ന ആളുകളാണെങ്കിലും വതഖത്തഅത ബിഹിമുൽ അസ്ബാബ്, ആ പരലോകത്തെത്തുമ്പോൾ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും. ഇത് വീണ്ടും എന്ന് പറയാൻ وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സാധുക്കളായ മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിലപിക്കുന്ന രംഗമാണ്. പടച്ചോനെ, ഒരു ചാൻസ് കൂടി ദുനിയാവിലേക്ക് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ, ഈ പണ്ഡിതന്മാർ ഈ പരലോകത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ കൈയൊഴിഞ്ഞതുപോലെ ഈ ദുനിയാവിൽ ഞങ്ങൾ മടങ്ങിച്ചെല്ലുകയാണെങ്കിൽ ആ ദുനിയാവിൽ ഞങ്ങൾ ഈ പണ്ഡിതന്മാരെ വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടാകും പടച്ചോനെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു മടക്കം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഫനതബറഉ മിൻഹും കമാ തബറഉ മിന്നാ. പക്ഷേ ഒരു മടക്കല്ലല്ലോ. ഇതിന്റെ അടുത്ത വാചകം എന്താ അറിയോ? കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അങ്ങനെയാണ് അള്ളാഹും റസൂലും പറഞ്ഞത് കേൾക്കാതെ ഇവരൊക്കെയാണ് വലിയ ആൾക്കാർ വിചാരിച്ച് നടന്ന് അവരെ പിൻപറ്റി ഖുർആനും സുന്നത്തും ഒഴിവാക്കി എന്താണോ ആളുകൾ പറയുന്നത് അതിന്റെ പിന്നിൽ ഹക്കും ബാത്തിലും നോക്കാതെ നടക്കുന്ന ആളുകൾക്കുള്ള അവസ്ഥ അങ്ങനെയാണ്. അപ്രകാരമാണ് അവിടെ അമലുകൾ നാം അവർക്കൊരു ഖേദമാക്കി കാണിച്ചു കൊടുക്കും ദുനിയാവിൽ. ഇതൊക്കെ നടക്കാൻ പോകുന്ന ഹക്കായ സത്യമായ സംഗതികളെ പടച്ചറബ് അള്ളാഹു നമുക്ക് മുമ്പോട്ട് പറഞ്ഞുതരാൻ. അതിനകത്തും ആലിമികൾക്ക് വലല്ല എന്നല്ല, ആലിമാകുന്നത് അയാൾ ഖുർആനും സുന്നത്തിലും നിൽക്കുമ്പോൾ ആ അള്ളാഹുവിന്റെ ദീൻ കൃത്യമായ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ അവരെ പിടികൂടുകയും ആളുകൾ ദീനിൽ തെറ്റിക്കുകയും ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്കാണ് ഇത്തരം പരിണിതമായ ഫലമുണ്ടാകുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചത്. അപ്പോൾ ആളുകൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയം എന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാർ പൊതുവെ തെറ്റിപ്പോകാറുണ്ട് തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ തങ്ങളുമായി കൊണ്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഖലീലുകൾ, അടുത്ത കൂട്ടുകാരെ കൊണ്ടാണ്. എത്ര മനുഷ്യന്മാർ അവിടെ കൂട്ടുകൾ കൊണ്ട് പിന്നെ തെറ്റിപ്പോയ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ലഹരിയിലേക്കും തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കുമൊക്കെ നന്നായിക്കൊണ്ട് ജീവിച്ചിരുന്ന, 5 നേരം പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ആളുകൾ അവന്റെ കൂട്ടുകെട്ട് പിഴച്ചപ്പോ അവൻ ദീനിൽ നിന്ന് തെറിച്ചുപോയി. അവസാനം അവൻ തട്ടമഴിക്കുന്ന അല്ലെങ്കിൽ അവനാണെങ്കിലും അവളാണെങ്കിലും ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായി. അല്ലെങ്കിൽ ഞാൻ തട്ടമഴിക്കുകയാണ്, ഞാൻ ദീൻ ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പോസ്റ്റ് ഇടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോയി. എന്തുകൊണ്ട്? ഖരീൻ, അവന്റെ ഏറ്റവും അടുത്ത ആളുകൾ തെറ്റിപ്പോയതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽമർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ മതത്തിലാണ് ഉണ്ടാകുക. അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണോ ഓന്റെ രൂപത്തിലാണ്, ഓന്റെ ദീനിലാണ് അവനുണ്ടാകുക. അതുകൊണ്ട് ഫൽ യൻദുറു അഹദുക്കും മൻ യുഖാലിൽ. ആരെയാണ് തന്റെ സഹോദരനായിക്കൊണ്ട് തന്റെ കൂട്ടുകാരനായി അവൻ സ്വീകരിക്കുന്നത് എന്ന് നല്ലോണം ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ, ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും അതൊക്കെ സെലക്ഷൻ ചെയ്യുകയും ചെയ്തതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരനെയും സെലക്ഷൻ ചെയ്യട്ടെ. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ കൂട്ടുകാരുടെ അവസ്ഥ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയും, വഖയ്യദ്നാ ലഹും ഖുറനാ. നരകത്തിന്റെ അവസ്ഥ പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മൾ പറഞ്ഞത്, നാം അവർക്ക് ചില കൂട്ടുകാരെ നിശ്ചയിച്ചു കൊടുത്തിരുന്നു, പല ഖരീനുകൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. നരകത്തിലെത്തിയ ആളുകളുടെ അവസ്ഥ പറയാൻ, ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരെവിടെ പോകുകയാണെങ്കിലും അതൊക്കെ ശരി, അങ്ങനൊക്കെ വേണം എന്ന് പറഞ്ഞ് അവർ എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് കാര്യം ചെയ്താലും അതൊക്കെ നല്ലതാക്കി കാണിച്ചു കൊടുക്കുന്ന ചില ആളുകൾ, ചില ഖരീന്മാരുണ്ടായിരുന്നു. ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവിടെ മുമ്പിലുണ്ട് ബാക്കിലുണ്ട്, നിറഞ്ഞ 4 ഭാഗത്ത് നിന്നിട്ട് അതൊക്കെ ചെയ്തോ അതൊന്നും ഇല്ലാതെപ്പോ ഫാഷൻ ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ നമ്മളൊക്കെ സമൂഹത്തിന് ഔട്ടായി പോകൂലേ എന്ന് അവർക്കിങ്ങനെ വസ്വാസ് അല്ലെങ്കിൽ അവർക്കിങ്ങനെ മന്ത്രമോദി കൊടുത്തിരുന്ന ചില ഖരീനുകൾ ഉണ്ടായിരുന്നു. വഹഖ അലൈഹിമുൽ ഖൗൽ. അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് ഹക്കായി വധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അപ്പൊ മുമ്പിലും ബാക്കിലും നിന്ന് ഈ മനുഷ്യന്മാരെ വഴിതെറ്റിക്കുന്ന ചില ഖരീനുകളുണ്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത കൂട്ടുകാർ, അവനെ ഹക്കായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പം ആ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യൻ തെറ്റിച്ചു കളയുന്ന ആളുകൾ. നിങ്ങൾക്ക് ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബൽആം ബിൻ ബഅൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥ
വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. അയാൾ വലിയ ആലിമായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുത്ത പണ്ഡിതനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചില കൂട്ടുകാർ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു, ദുനിയാവ് കാട്ടിയിട്ട് അയാളെ വശീകരിക്കാൻ ശ്രമിച്ചു. അവസാനം ആ പ്രലോഭത്തിൽ അയാൾ വീണുപോവുകയും അതിൽ ഇസ്ലാമും തന്നെ തെറിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായി. എന്നിട്ട് ഇസ്ലാമിനെ കുറ്റം പറയുന്ന അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ, ആ ദീന് കൊണ്ട് ശരീഅത്ത് കൊണ്ട് അദ്ദേഹത്തെ നാം ഉയർത്തുമായിരുന്നു. പക്ഷേ വലാകിന്നഹു അഖലദ ഇലൽ അർളി വത്തബഅ ഹവാഹു. സൂറത്തു ആറാഫിൽ അല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ദീന് കൊണ്ട്, ദീനിന്റെ പാണ്ഡിത്യം കൊണ്ട് നാം അദ്ദേഹത്തെ ഉയർത്തുമാറായിരുന്നു. പക്ഷേ അതല്ല, ദുനിയാവിൽ ചില കൂട്ടുകാരുടെ വസ്വാസ് കൊണ്ടും ചില കൂട്ടുകാരുടെ ഉപദേശം കൊണ്ടും ദുനിയാവിലേക്ക് അദ്ദേഹം തിരിഞ്ഞപ്പോൾ നാം അദ്ദേഹത്തെ ഭൂമിയിലേക്ക് ആഴ്ത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ നാം നിന്ദിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ വിശദമായി കൊണ്ട് പറയുന്നുണ്ട്. സഹോദരന്മാരെ, ഒരു മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ഏറ്റവും വലുത് അയാളുടെ സാഹചര്യമാണ്, അയാളെ കൂട്ടുകെട്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 ആളെ കൊന്നൊരു ചരിത്രം ബനൂ ഇസ്രായേൽ നടന്ന സംഭവം റസൂലുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആ മനുഷ്യൻ നന്നാകാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോ അവിടെയുള്ള ഉലമാക്കൾ അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം എന്താണ്? വദ അർളക ഫഇന്നഹാ അർളു സൂഇൻ, നീ നിന്റെ നാട് ഒഴിവാക്കണം. കാരണം ആ നാട്ടിൽ നിന്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ആ നാട് ശരിയല്ല, അതുകൊണ്ട് ആ നാട് നീ വിട്ട് നീ പോകണം. ഫഇന്നഹാ അർളു സൂഇൻ, നീ അവിടെ നിന്നാ ഇനിയും തിന്മകൾ ചെയ്യും, ഇനിയും ആളുകളെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ആ നാടും കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കിയിട്ട് നീ നല്ലൊരു നാട്ടിലേക്ക് പോകണം, അവിടെ നീ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് അവിടുത്തെ ഉലമാക്കൾ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തതായിക്കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, കൂട്ടുകെട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനിൽ നിന്ന് തന്നെ അവനെ തെറ്റിച്ചു കളയുന്ന, ശരീഅത്തിൽ നിന്ന് തന്നെ അവനെ തെറ്റിച്ചു കളയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഈ കൂട്ടുകാർ നാളെ പരലോകത്ത് വരും, അവര് നേർക്കുനേരെ കാണും. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ സഞ്ചരിച്ച ഒരു മനുഷ്യനെ അവൻ മെല്ലെ 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 കാന്ത വലിക്കുന്ന പോലെ വലിച്ചു വലിച്ചു കൊണ്ടുപോയി അവസാനം നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ മനുഷ്യന് വിലപിക്കുന്നു, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോൾ, വക്കിലെത്തുമ്പോൾ അവൻ വിലപിക്കും. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് സന്മാർഗം വ്യക്തമായി കിട്ടിയതിന് ശേഷം, ഞാൻ നല്ല ഇസ്ലാമിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചതിന് ശേഷം ഇവനാണ് എന്നെ തെറ്റിച്ചു കളഞ്ഞത് എന്ന് അവന്റെ മുഖത്ത് നോക്കി വിലപിക്കും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും അതുണ്ടാവുകയില്ല. എന്നാൽ അവിടെ വല്ലുമ്പോൾ എന്താകും? പിന്നെ അവർ തമ്മിൽ കച്ചറാകും. നീയാണ് എന്നെ വഴി തെറ്റിച്ചത്. അവൻ പറയും, നീ എന്തിനാണ് എന്റെ ബാക്കിൽ പോകുന്നത്? അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖ്റൂഫ് പറഞ്ഞു, അൽ അഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്, ദുനിയാവിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പത്തെ ഭാഷ പറഞ്ഞ ചങ്കൾ എന്ന് പറഞ്ഞു, ആ ചങ്കളൊക്കെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ ഉണ്ടാകും. ബഅദുഹും ലിബഅദിൻ അദുവ് ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങൾക്കുണ്ടാകും കൂട്ടുകാർ. ആ കൂട്ടുകാരല്ലാത്ത എല്ലാവരും പരലോകത്തെത്തുമ്പോ ബഅദുഹും ലിബഅദിൻ അദുവ്, ശത്രുക്കളായി മാറും. എന്ന് പറഞ്ഞാൽ അവിടുന്ന് പൊരിഞ്ഞടിയായിരിക്കും, അവിടുന്ന് കച്ചറയായിരിക്കും ഉണ്ടാകുക. കാരണം നീയാണ് എന്നെ വഴിതെറ്റിച്ചത്, അതല്ല നീയാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയുന്ന അവസ്ഥ പരലോകത്ത് സംജാതമാകുമെന്ന് സൂറത്ത് സുഖ്റൂഫിൽ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലോണം സഹോദരിമാർ, പ്രത്യേകിച്ചും യുവാക്കളോടും യുവതികളോടുമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മളെ തിന്മയിലേക്കാണോ നന്മയിലേക്കാണോ നയിക്കാൻ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെയാണ് മാതാപിതാക്കൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളുടെ തിന്മകൾ കൊണ്ട് മക്കൾ തെറ്റിപ്പോകാനുള്ള അവസ്ഥ ഉണ്ടാകും, തിരിച്ചുമുണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം തുടങ്ങിയപ്പോൾ ആ പ്രബോധന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന്, ഹക്കാണെന്ന് മനസ്സിലായിട്ടും ചില ആളുകൾ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇന്ന വജദ്ന ആബാഅന അലാ മില്ലത്തിൻ വ ഇന്ന അലാ ആസാരിഹിം മുഖ്തദൂൻ. ഞങ്ങളേതായാലും നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങളേതായാലും ഞങ്ങൾ വാപ്പാര മതത്തിലാണ് നിൽക്കുന്നത്. വാപ്പാരെന്താണോ അതന്നെയാണ് ഞങ്ങൾ, അതിനപ്പുറത്തേക്ക് മാറാൻ ഞങ്ങൾ തയ്യാറില്ല. അപ്പൊ അബൂലഹബിന്റെ മക്കളായിരുന്നു ഉത്ബത്തും ഷൈബത്തും. അബൂലഹബ് ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്നു. എന്തുകൊണ്ട് ഉത്ബത്തും ഷൈബത്തും ഒന്നും ഇസ്ലാമിലേക്ക് വരാതെ? കാരണം ഒരു വാപ്പാന്റെ മതത്തിൽ നിന്നു, തങ്ങളുടെ പിതാവിന്റെ മാർഗത്തിലേക്ക് നിന്നു. അതുകൊണ്ട് അബൂലഹബിന്റെ ചരിത്രം എന്ന് പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗന അൻഹു മാലുഹു വമാ കസബ്, തന്റെ സമ്പത്തും വമാ കസബ എന്ന് പറഞ്ഞ അയാളുടെ സമ്പാദ്യം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉലമാക്കൾ വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കൾ, ആ മക്കളും അയാൾക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി.
വാപ്പാര് തെറ്റിപ്പോയപ്പോണ്ട് മക്കളും തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടായി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാമിന്റെ വാള്, അള്ളാഹുവിന്റെ വാളെന്നറിയപ്പെടുന്ന സഹാബിയായിരുന്നു അദ്ദേഹം. അതിന് കുറച്ച് വൈകിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. അതിന്റെ കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വിഷയം കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ വൈകിയത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ മാതാപിതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട്. മാതാപിതാക്കൾ തട്ടടാതെ നടക്കാൻ പറഞ്ഞാൽ തട്ടടാതെ നടക്കുക. കാരണം വാപ്പ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ തിന്മയുടെ വിഷയത്തിൽ അനുസരിക്കുക. നന്മയുടെ വിഷയത്തിൽ അനുസരിക്കുന്നതിൽ വളരെ പിന്തിക്ക് നിൽക്കുകയും, എന്നാൽ എന്തെങ്കിലും തിന്മ പറഞ്ഞാൽ അത് വേഗത്തിൽ അനുസരിക്കും. എന്റെ വാപ്പ പറഞ്ഞതാണ്, എന്റെ ഉമ്മ പറഞ്ഞതാണെന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാവുകയും അവസാനം മാതാപിതാക്കളുടെ വിഷയത്തിലൂടെ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക. നേരെ മറിച്ച് അള്ളാഹു ഇസ്ലാമിൽ പഠിപ്പിച്ച കാര്യം എന്താ? മാതാപിതാക്കൾ നന്മ പറഞ്ഞാൽ അനുസരിക്കണം. അതിൽ ശിർക്ക് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയം പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല. അല്ലാത്ത വിഷയങ്ങളെല്ലാം അവർ അനുസരിക്കണം എന്നാണ്. അതേസമയത്ത് തിന്മ പറഞ്ഞാൽ അതിനനുസരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ മാതാപിതാക്കളിൽ നിന്ന് അവർ പരലോകത്ത് വെച്ച് കൈയൊഴിയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന്. ഫഇദാ ജാഅത്തി സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ആ വലിയ ഘോരമായ ശബ്ദം ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ നിന്നും ആ മനുഷ്യൻ ഓടുന്ന, പിന്നെ അവനെ വേണ്ട. വ ഉമ്മിഹി വ അബീഹി, തന്റെ മാതാവിൽ നിന്നും തന്റെ പിതാവിൽ നിന്നും. വ സാഹിബതിഹി വ ബനീഹി, തന്റെ ഭാര്യമാരിൽ നിന്നും, തന്റെ ഇണകളിൽ നിന്നും, തന്റെ മക്കളിൽ നിന്നും. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശഅനു യുഗ്നീഹി, എല്ലാവർക്കും അവന്റേതായ കാര്യങ്ങളാണ് ദുനിയാവിലുള്ളത്. എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കാനോ വാപ്പാനെ നോക്കാനോ ഉമ്മാനെ നോക്കാനോ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ അവസ്ഥ നോക്കാനോ എന്നൊന്നും അവിടെ ഇല്ല. മാത്രവുമില്ല, വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാൻ, വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരു ഏറ്റവും അടുത്ത ആളുകൾ, ബന്ധങ്ങൾ, ദുനിയാവിലെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളും പരലോകത്തെത്തുമ്പോൾ ആരെക്കുറിച്ചും അന്വേഷിക്കൂല. പടച്ചോൻ എന്റെ ഉമ്മാന്റെ അവസ്ഥ എന്താ, വാപ്പാന്റെ അവസ്ഥ, എന്റെ മക്കളുടെ അവസ്ഥ, എന്റെ കൂട്ടുകാരന്റെ അവസ്ഥ എന്താ, എന്റെ ക്ലാസ്മേറ്റിന്റെ അവസ്ഥ എന്താണ്, ഇതൊന്നും ചിന്തിക്കൂല. വലാ യസ്അലു ഹമീമുൻ ഹമീമ യുബസ്സറൂനഹും, അവർ പരസ്പരം കാണാഞ്ഞിട്ടോ കേൾക്കാഞ്ഞിട്ടോ ഒന്നുമില്ല അന്വേഷിക്കാത്തത്. അവർക്ക് നേർക്ക് കാണുന്നുണ്ട്. തന്റെ കൂട്ടുകാരൻ അവന് മുമ്പിലുണ്ട്, വാപ്പ ഇടത്ത് ഭാഗത്തുണ്ട്, ഉമ്മ വലതു ഭാഗത്തുണ്ട്, എന്റെ കൂട്ടുകാരൊക്കെ വലതും ഇടത്തുമായിട്ട് തന്നെ ഉണ്ട്. യുബസ്സറൂനഹും. എന്നാൽ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, അന്ന് മുജിരിമായിക്കൊണ്ട് പടച്ചറബിന്റെ മുമ്പിലേക്ക് എത്തിയ, അഥവാ തിന്മകളുടെ കൂടാരവുമായിക്കൊണ്ട് പടച്ചറബിന്റെ അടുക്കിലേക്ക് എത്തിയ മനുഷ്യൻ അവൻ ആഗ്രഹിച്ചു പോകുന്നു, യവദ്ദു, അവൻ ആഗ്രഹിച്ചു പോകുന്നു, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, സ്വന്തം പിഞ്ചോമന മക്കളുണ്ട്, തന്റെ കയ്യിൽ വളർത്തിയെടുത്ത മക്കള്, ആ മക്കളുടെ നരകത്ത് വലിച്ചെറിഞ്ഞിട്ടും ഞാനൊന്ന് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു ഓരോ മനുഷ്യനും മുജ്രിമും. വസാഹിബതിഹി വഅഖീഹി, തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെങ്കിൽ തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ നരകത്തിലേക്ക് ഇടാൻ അള്ളാഹുവിനോട് സമ്മതം പറഞ്ഞ്, പടച്ചോൻ എന്റെ ഭർത്താവിനെ വേണമെങ്കിൽ നരകത്തിലേക്ക് ഇട്ടോ, എന്റെ ഭാര്യനെ വേണമെങ്കിൽ നരകത്തിലേക്ക്, അവൾക്ക് പകരം എനിക്കൊന്ന് സ്വർഗം തരുമോ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കെഞ്ചുന്ന അവസ്ഥയുണ്ടാകും. വഫസീലത്തിഹില്ലത്തി തുവി, അവനാരിലേക്കാണ് അഭയം നേടിയത്, അവരെല്ലാ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാം നരകത്തിലേക്ക് ഇട്ടുകൊണ്ട് സ്വന്തത്തെ നരകത്തിൽ രക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. മാത്രമല്ല വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഈ ദുനിയാവിലെ മുഴുവൻ മനുഷ്യന്മാരെ നരകത്തിലിട്ടാലും പടച്ചോനെ നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന കെഞ്ചുന്ന അവസ്ഥ മുജിരിമിന് അള്ളാഹുവിന്റെ അടുക്കൽ മുജിരിമായിക്കൊണ്ട് തിന്മകൾ ചെയ്തുകൊണ്ട് വന്ന മനുഷ്യനുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മആരിജിലൂടെ വളരെ കൃത്യമായി മുമ്പ് തന്നെ നമ്മെ എല്ലാം പഠിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, മാതാപിതാക്കൾ നന്മയുള്ളവരാണെങ്കിൽ ആ നന്മയെ പിൻപറ്റുക. അവരുടെ തിന്മകൾ ഒരിക്കലും ഒരു വിശ്വാസിയാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ പിൻപറ്റാൻ പാടില്ല. മാതാപിതാക്കൾ ഇസ്ലാമികമല്ലാത്ത രൂപത്തിൽ നടക്കാൻ പറഞ്ഞാൽ അതിന് വേഗത്തിൽ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതേസമയത്ത് മാതാപിതാക്കൾ നന്മ ചെയ്യാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാത്ത അവസ്ഥ, അതൊരിക്കലും വിശ്വാസിക്കുണ്ടാകരുത്. ഇങ്ങനെ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടായാൽ, ദുനിയാവിൽ ഹക്കിന്റെ മാർഗത്തിൽ തെറ്റിപ്പോയാൽ പരലോകത്ത് എന്ത് അവസ്ഥയാണെങ്കിലും എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെല്ലാം പഠിപ്പിക്കുന്നത്. കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ വലിയ സൗഭാഗ്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആരെയാണോ ദുനിയാവിൽ പിൻപറ്റിയത് അവർ വഴിതെറ്റിയവരാണെങ്കിൽ അവരെല്ലാം നമ്മെ കൈയൊഴിയും എന്നതാണ് അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്ന പാഠം. കാരണം ഓരോ മനുഷ്യരും
സ്വന്തം കാര്യങ്ങളാണ് പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ ചിന്തിക്കുക. പ്രവാചകന്മാർ വരെ ആ ഒരു വിഷയം അവസ്ഥയിലാണ് ഉണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും ഒറ്റയായി അള്ളാഹുവിന്റെ മുമ്പിൽ അവനെത്തും എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം അവിടെ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുള്ളൂ. ആ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും വരാനുണ്ട്. ദുനിയാവിൽ നമുക്ക് കൂട്ടുബന്ധങ്ങളുണ്ടാകും, ഉമ്മ ഉണ്ടാവും, ബാപ്പ ഉണ്ടാവും, മക്കളുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. എല്ലാവരും ഉണ്ടെങ്കിലും അവരൊന്നും ദീനിന്റെ വിഷയത്തിൽ നമ്മുടെ സഹായികളല്ല, അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ നമ്മുടെ കൂട്ടുകാരല്ലെങ്കിൽ അവരൊക്കെ പരലോകത്ത് തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല, നമ്മളും പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹശറിലെ വളരെ കൃത്യമായി വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. വിശ്വാസികളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിക്കണം, തഖ്വയുള്ളവരാകണം. ഇതിൽ നമ്മോട് ഓരോരുത്തരോടും അള്ളാഹു പറയുന്നൊരു ഉപദേശമുണ്ട്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോ നഫ്സും ചിന്തിക്കണം, എന്റെ പരലോകത്തേക്ക് ഞാൻ എന്താണ് സമ്പാദിച്ചു വച്ചിട്ടുള്ളത് എന്ന് ഓരോ മനസ്സും ചിന്തിക്കണം. ബാപ്പ ചിന്തിക്കണം, മക്കൾ ചിന്തിക്കണം, ഭർത്താവ് ചിന്തിക്കണം, ഭാര്യമാർ ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും, അത് രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും, ആളുകൾ കണ്ടാലും കണ്ടില്ലെങ്കിലും, വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, അതൊക്കെ പടച്ച റബ്ബ് ഖബീറാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ വീണ്ടും വിശ്വാസികളെ വിളിച്ച് അല്ലാഹു പറയും, വലാ തകൂനൂ, നിങ്ങൾ ഒരിക്കലും ആകരുത് കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ ആകരുത്. അള്ളാഹിനെ മറക്കരുത്. നിങ്ങൾ ദുനിയാവിന്റെ ഏത് സന്ദർഭത്തിലാണെങ്കിലും, അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും എളുപ്പമുള്ളതാണെങ്കിലും, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ അള്ളാഹിനെ മറന്നാൽ അള്ളാഹ്ക്ക് അതുകൊണ്ട് ഒരു കോട്ടും വരാനില്ല. നിങ്ങളിപ്പോൾ അള്ളാഹിനെ ഒന്നും ഓർത്തില്ല, എങ്കിൽ അള്ളാഹ് നിസ്കരിച്ചില്ല, നോമ്പോറ്റില്ല, അതുപോലെ തന്നെ പടച്ച റബ്ബിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ നിങ്ങൾ നടന്നാൽ ഫഅൻസാഹും അൻഫുസഹും, യഥാർത്ഥത്തിൽ അവർ വിസ്മരിച്ചത് സ്വന്തം നഫ്സുകളെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, പടച്ചോനം ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഓർമ്മയില്ല എന്നാണ്. നിങ്ങൾ അള്ളാഹിനെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പരലോകത്തെ സംബന്ധിച്ച് ഓർക്കുന്നില്ല എന്നർത്ഥം. നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ സമയമില്ല എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ തന്നെയാണ് തമ്മാടികൾ, ഫാസിഖീങ്ങൾ അവരാണ്. അവരെവിടെ പോകുക? നരകത്തിലേക്കാണ് പോകുക. വലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും ഒരിക്കലും സമരാകുകയില്ല. അത് ദുനിയാവിലും സമരാകൂല, പരലോകത്തിലും സമരാകൂല. വലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിന്റെ ആൾക്കാർ അവർ തന്നെയാണ് വിജയിക്കുന്നവർ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് നരകത്തിന്റെ വഴിയും സ്വർഗത്തിന്റെ വഴിയും രണ്ട് വഴികൾ ഇവിടെ ദുനിയാവിൽ വളരെ വ്യക്തമാണ്. ആ നരകത്തിന്റെ വഴിയിലൂടെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പരലോകത്ത് ഖേദിക്കും, യാതൊരു സംശയവുമില്ല. ദുനിയാവിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സൗഖ്യമുണ്ടാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുകൊണ്ട് ഓരോ മനുഷ്യനും ചിന്തിക്കണം, വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. എന്റെ പരലോകം ഇന്ന് മരിച്ചാൽ നാളേക്ക് എനിക്കെന്തുണ്ട് എന്ന് ഓരോ മനുഷ്യനും ദുനിയാവിന്റെ വിഷയം ചിന്തിക്കുമ്പോൾ തന്നെ പരലോകം ചിന്തിക്കണം. എന്നാൽ വഴിതെറ്റി പോവുകയില്ല. ഇല്ലെങ്കിലും ഏതെങ്കിലും ആളുകൾ ഇതൊക്കെ തീരെന്ന് പറഞ്ഞ പോലെ ബാക്കിൽ അങ്ങനെ പോകും, ഏതെങ്കിലും കൂട്ടുകാരൻ പറഞ്ഞ് അവരെ പിന്നിൽ പോകും, ഏതെങ്കിലും മാതാപിതാക്കൾ വഴിതെറ്റിക്കാൻ നിന്നാൽ അവർ ആ മാതാപിതാക്കളുടെ ബാക്കിൽ പോകും. അള്ളാഹുവിന്റെ മാർഗ്ഗം തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിൽ അടിയുറച്ച് നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരാജയപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين.